ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ റോയൽ മലയാളി അസോസിയേഷൻ്റെ ഓണം പ്രോഗ്രാമാണ്. അപ്പോൾ സാറ്റർഡേ ഉച്ച കഴിഞ്ഞാണ് നമ്മൾ പ്രോഗ്രാം വെച്ചത്. അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു നമ്മുടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ദൂരെ മാറി നിൽക്കുമ്പം ഓണം ഇതുപോലെയുള്ള സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പം ഇവിടെ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഓണം കൂടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാവേലീൻ്റെ എൻട്രി ആയിരുന്നു. എന്റെ അമ്മ എന്തോരം പുലികളുണ്ടായിരിക്കേ, അടിപൊളി പുലിക്കുട്ടന്മാരെ. അപ്പൊ മാവേലി ഹാർട്ടി വെൽക്കം ടു നമ്മുടെ ഓണാഘോഷ പരിപാടിയിലേക്ക്, പൊന്നോണം റോയലിന്റെ മലയാളി ഫാമിലിയുടെ പൊന്നോണം പ്രോഗ്രാമിലേക്ക് മാവേലിക്ക് ഐശ്വര്യത്തിന്റെ തിരിയാണ് കത്തുന്നത്. നമ്മുടെ മലയാളികളുടെ പൈതൃകത്തിന്റെ 5 തിരി കൊളുത്തിയ തിരിവിളക്കിൽ നമ്മളെ ഒരു ഐശ്വര്യവും സമൃദ്ധിയുമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം നമ്മൾ ഓണം എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്. അപ്പോൾ അതിനകത്ത് നമ്മളുടെ സന്തോഷവും സമൃദ്ധിയും ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സമൃദ്ധി. സോ നമ്മുടെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. തിരുവാതിര ഉണ്ടായിരുന്നു, അതിനകത്ത് കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ആൾക്കാർ പാട്ടും പാടി ഇൻ ബിറ്റ്വീൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിംസിലേക്കാണ് കിടന്നത്. ഗെയിംസ് എന്ന് വെച്ചാൽ എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാ ഗെയിംസിലും. ഗെയിംസ് കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. നമുക്ക് ബലൂൺ പൊട്ടിക്കൽ ഉണ്ടായിരുന്നു, മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു, തഗ് ഓഫ് വാർ ഉണ്ടായിരുന്നു. വടംവലിയൊക്കെ നമുക്ക് ഓണത്തിന് വടംവലി ഇല്ലാത്ത ഓണാഘോഷം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അപ്പോൾ നമുക്കും ഉണ്ടായിരുന്നു ഇവിടെ വടംവലിയൊക്കെ. അപ്പോൾ നമുക്ക് പ്രൈസ് കിട്ടുന്ന എന്തിലുപരി എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എല്ലാ കോമ്പറ്റീഷനിലും കേട്ടോ. എല്ലാവരും നമ്മൾ വിൻ ചെയ്യണമെന്ന് വിചാരിച്ചല്ല പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, പക്ഷേ ജസ്റ്റ് നമുക്ക് ഓണത്തിൻ്റെ ഒരു ഫീല് കിട്ടാനും. അപ്പം നമുക്ക് നാട്ടിലാണെങ്കിലും നമ്മളിങ്ങനെ ക്ലബിൻ്റെ ഒക്കെ, ഞാനൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് എല്ലാ തവണയും നാട്ടിലുണ്ടായിരുന്നു. അപ്പം ഓണത്തിൻ്റെ ക്ലബിൻ്റെ ആഘോഷത്തിനൊക്കെ പോകുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ ശരിക്കും നമുക്ക് മിസ് ചെയ്യും നാടൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോഗ്രാമൊക്കെ വെക്കുമ്പം നല്ല ഹാപ്പിയാണ് എല്ലാവരും അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ പങ്കെടുക്കുക. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ കുറച്ച് മലയാളികൾ മാത്രം കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്ര വലിയ പ്രോഗ്രാം എന്ന് പറയാനും പറ്റില്ല. കാരണം നമ്മുടെ തിയേറ്റർ ടീമും റിക്കവറി ടീമും അങ്ങനെയുള്ള കുറച്ച് മലയാളികൾ മാത്രം കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. പക്ഷെ അത് നമ്മൾ മാക്സിമം അടിപൊളിയാക്കാൻ തന്നെ ശ്രമിച്ചു. അപ്പോൾ സന്തോഷം കൈയടിക്കണം. എന്തായാലും നമ്മുടെ റോയൽ ടീമാണ്. അപ്പോൾ നമ്മുടെ ഡാൻസ് പ്രോഗ്രാമും പാട്ടും ഗെയിംസും ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഓണസദ്യ. ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ട് ശരിക്കും വെയിറ്റിംഗ് ആയിരുന്നു ആദ്യം തൊട്ടേ. നമുക്ക് ഓണത്തിൻ്റെ ഹൈലൈറ്റ് തന്നെ ഓണസദ്യയൊക്കെയാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ സദ്യ നല്ല അടിപൊളിയായിരുന്നു. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ ശരിക്കും നമ്മൾ നാട്ടിൽ ഓണം കൂടുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് ആയിരുന്നു എല്ലാം. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു ഓണാഘോഷം കൂടിയപ്പോഴത്തേക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് DJ ഉണ്ടായിരുന്നു. DJയിലും നല്ലോണം എല്ലാവരും എൻജോയ് ചെയ്തു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ DJ കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോഗ്രാം എൻഡ് ചെയ്തത് കേട്ടോ. നമ്മൾ ഓണാഘോഷ പരിപാടി വെച്ചത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ തീർന്നപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച അത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും നേരത്തെ തന്നെ എത്തി. പിന്നെ നമ്മളൊരു ഹോൾ ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ പ്രോഗ്രാമൊക്കെ വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഗെയിംസൊക്കെ ആണെങ്കിലും എല്ലാം
ഹാളിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു, മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും. അപ്പോൾ അങ്ങനെ ഇത്തവണത്തെ ഓണം ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ചു. റോയൽ മലയാളി അസോസിയേഷൻ്റെ ഓണം നമ്മളെന്താ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ബൈ. പാർട്ടി വേണോ? വേണം. ഡാൻസ് കളിക്കണം. നമ്മളിവിടെ ഇറങ്ങി